ഗൈസ്, വെൽക്കം ടു സാലം ലേണിംഗ് അനറ്റോമിക്സ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. ഇപ്പൊ 4ാം ക്ലാസ്സിലെ മക്കൾ മാത്രമായിരിക്കില്ല അല്ലെ, അവരുടെ രക്ഷിതാക്കളും ഒരു പക്ഷെ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഒരു പുതിയ സ്കൂളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴേക്കും അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഇനി വരുന്ന അതേ വർഷത്തിൽ ഞാൻ എല്ലാ പരീക്ഷയ്ക്കും മുഴുവൻ മാർക്കും നേടും എന്നായിരിക്കും. ഇപ്പൊ 4ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് ഇനി വരാൻ പോകുന്ന ഓണപരീക്ഷ ആയിക്കൊള്ളട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കൊള്ളട്ടെ, ആനുവൽ എക്സാം ആയിക്കൊള്ളട്ടെ, അതിനൊക്കെ മുഴുവൻ മാർക്ക് നേടും എന്നായിരിക്കും ചിലപ്പോൾ അവർ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന എക്സാമിന് അതേ പ്രാധാന്യം തന്നെയാണ് നമുക്ക് വേറെ വരാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയ LSS സ്കോളർഷിപ്പ് എക്സാമിന് നമുക്ക് കൊടുക്കേണ്ടത്. എന്താണ് ശരിക്കും ഈ പറയുന്ന LSS സ്കോളർഷിപ്പ് എക്സാം എന്ന് മക്കൾക്ക് അറിയാവോ? അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾക്ക് അറിയാവോ? നമുക്ക് വരും ക്ലാസ്സുകളിൽ നല്ല സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ് LSS സ്കോളർഷിപ്പ് എക്സാം. അത് നമ്മൾ നേരിടാൻ പോകുന്ന ആദ്യത്തെ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ 4ാം ക്ലാസ്സിലെ സിലബസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 4ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചിരിക്കുന്ന എല്ലാ പാഠഭാഗങ്ങളും ഉണ്ടാവും. അതിപ്പോ ഇൻ കേസ് 3ാം ക്ലാസ് ഒക്കെ ഉണ്ടാവും. എനിവേ, ഇതൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ പഠിച്ചാൽ മാത്രമേ ഈ സ്കോളർഷിപ്പ് എക്സാം നമുക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റുള്ളൂ. അപ്പൊ പഠനം ഒരു ഭാരമായിട്ട് കരുതാതെ വളരെ കളിയിലൂടെയും ചിരിയിലൂടെയും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറെ ഇമാജിനേഷൻ ഒക്കെ നടത്തിയിട്ട് വേണം നമ്മുടെ പഠനം നമ്മൾ ആരംഭിക്കാൻ. അപ്പൊ അതിനൊക്കെയുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആയിരിക്കും നമ്മളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് സൈലം ക്ലാസ് 4 എന്ന് പറയുന്നത്. ഇത് ചുമ്മാ മക്കൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം ഈ ഒരു ചാനലിൽ നമ്മുടെ എല്ലാ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സസും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റുകളിലൂടെ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി പറ്റും. എല്ലാവിധ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ചാനലിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. ഈ സ്കൂളിലെ പഠനം മാത്രമല്ലാതെ അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് എന്താണ് അറിവുകൾ കിട്ടും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഇവിടെ വരുന്ന എല്ലാവിധ ലൈവ് ക്ലാസ്സും നിങ്ങൾ മുടങ്ങാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അതായത് നമുക്കിപ്പം യൂട്യൂബിൽ നിങ്ങൾ എല്ലാവരും ഫ്രീ ആയിട്ട് കാണുവാണെങ്കിലും അതിലെ യൂട്യൂബിൽ എടുക്കുന്ന ടീച്ചേഴ്സിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ നോട്ട്സ് കിട്ടുന്ന നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പും നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്യണം. ഇതല്ലാതെ തന്നെ നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള മക്കൾക്ക് വേണ്ടി കുറച്ചും കൂടി ഡീപ്പായിട്ട് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മുടെ 4ാം ക്ലാസ്സിലെ പഠനം സുഗമമാക്കുന്നതിന് വേണ്ടി നമ്മുടെ സൈലം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് പ്രാണ ബാച്ച്. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഈ കാണുന്ന ഫോൺ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ 4ാം ക്ലാസ്സിലെ പഠനം അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോവുക. സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനും നമുക്ക് നല്ല മാർക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ റിലേറ്റീവ്സിനോടും എല്ലാവരോടും പറഞ്ഞിട്ട് മാക്സിമം ഈ ഒരു കാര്യം എല്ലാവരുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഈ അവസരം നിങ്ങൾ മിസ്സാക്കരുത്. അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു അധ്യായ വർഷം ആരംഭിക്കാം. ബൈ.